ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടയായതിൽ ഞാൻ നന്നേ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സാം പൈനുമൂട് എന്നാണ്. ഞങ്ങൾ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ ഒരേ സമയത്തല്ലെങ്കിലും പഠിച്ചവരാണ്. അങ്ങനെ പൊതുവായൊരു വിദ്യാഭ്യാസ കുടുംബം ഞങ്ങൾക്കുണ്ട്. ഞാൻ പ്രത്യേകമായി സാമിനെ വിലമതിക്കുന്നത് അദ്ദേഹം ഒരു ചിന്തകനും എഴുത്തുകാരനുമാണ് എന്നതാണ്. ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ അർത്ഥവത്തായി പ്രയോജനപ്പെടുത്തുന്നതിൽ അദ്ദേഹം നമുക്ക് അനുകരിക്കാവുന്ന വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ന് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം പ്രവാസത്തിൻ്റെ 40 ആണ്ടുകൾ എന്ന പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാസത്തിൻ്റെ 40 ആണ്ടുകൾ. സാം കുവൈറ്റിൽ 40 വർഷം ജോലി ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് അനേക ആളുകൾ കുവൈറ്റിലും ദുബൈയിലും അബുദാബിയിലും ബഹ്റിനിലും ഒമാനിലും ഖത്തറിലും ഒക്കെ പോകും. അവർ വേണ്ടതുപോലെ ധനം സമ്പാദിച്ചു കൊണ്ടുവരും. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ പേർഷ്യയിൽ നിന്ന് ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലൊക്കെ ഒരു പ്രത്യേക ഇളക്കമാണ്. അവിടുന്ന് പെർഫ്യൂം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ജാപ്പനീസ് 2-in-1 റേഡിയോ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ സാം കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നത് എന്ത് കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല, അറിയാൻ താല്പര്യമില്ല. 4 പുസ്തകങ്ങളാണ്. ശരിയാണോ? 4 പുസ്തകങ്ങൾ. എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? 5-ാമത്തെ പുസ്തകം. ഇത് 5-ാമത്തെ പുസ്തകമാണ്. ഇപ്പോൾ കുവൈറ്റിൽ പോയി പുസ്തകം എഴുതിക്കൊണ്ടുവന്ന എൻ്റെ അറിവിലുള്ള ഏക മലയാളി ഇദ്ദേഹമാണ്. മറ്റ് ആരുമില്ല എന്ന് ഞാൻ തറച്ച് പറയുന്നില്ല, എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളോട് പറയാം. ഇത് എൻ്റെ കാഴ്ചയിൽ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങളുടെ ചർച്ചയുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം ഇത് നിങ്ങൾ ഏവരും വായിക്കണം. പ്രവാസത്തിൻ്റെ 40 ആണ്ടുകൾ. ഈ പുസ്തകത്തിൽ 40 അധ്യായങ്ങളുണ്ട്. ഇത് ആരംഭിക്കുന്നത് പ്രവാസി എന്ന ആശയം, കോൺസെപ്റ്റ് എന്താണ് എന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ അന്വേഷിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം പലയിടങ്ങളിൽ ഈ ആശയത്തെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് അവസാനിക്കുന്ന 40-ാം അധ്യായം കുവൈറ്റ് കേന്ദ്രീകൃതമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യ രചനകളെ പറ്റിയാണ്. വാസ്തവത്തിനെപ്പറ്റി എനിക്ക് ഒരറിവുമില്ലായിരുന്നു. ഞാൻ പലതവണ കുവൈറ്റിൽ പോയിട്ടുണ്ടെങ്കിലും കുവൈറ്റിനെ സാഹിത്യത്തിൻ്റെ കണ്ണിൽക്കൂടെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അത് ഈ 40-ാം അധ്യായം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷവും ഹൃദയത്തിൽ അല്പം ലജ്ജയും തോന്നി. കാരണം അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാൻ മടങ്ങി വന്നല്ലോ എന്നോ. ഏതായാലും മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ പുസ്തകത്തിൽ, ചെറിയ പുസ്തകമാണ് നിങ്ങൾക്ക് തോന്നിയാലും, ഇതിനകത്ത് എത്രയോ വ്യക്തികളെയാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. 100 കണക്കിന് ആളുകളെ ഈ താളുകളിൽ സാം പൈനുമൂട് ഒതുക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അതിശയിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ ഇത്രയും ആളുകളെ പരിചയപ്പെടുവാനും അവിടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ നന്മകളും കഴിവുകളും മണത്തറിയാനുമുള്ള ഒരു കഴിവ്. അത് വളരെ പ്രത്യേകത, പ്രശംസനീയമാണത്. അങ്ങനെ പലവിധമായ നന്മകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മലയാളിയുടെ ഒരു പ്രത്യേകത, ഒരു മലയാളി സാധാരണഗതിയിൽ ഒരു 6 മാസം കേരളത്തിന് വെളിയിൽ പോയി താമസിച്ചാൽ അവൻ്റെ മലയാളമില്ലാതായി തീരും. എനിക്ക് മലയാളം അറിയാൻ വയ്യ എന്ന് പറയുന്നതാണ് മലയാളിയുടെ ഒരു പ്രത്യേകത. 40 വർഷം കുവൈറ്റിൽ ജീവിച്ച് ആ സാഹചര്യത്തിൽ ഏതാണ്ട് ഒതുങ്ങിക്കഴിഞ്ഞൊരു വ്യക്തി
ഇത്ര മനോഹരമായിട്ട് എങ്ങനെയാണ് മലയാളം കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ വളരെ അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നാം പ്രത്യേകമായി വിലമതിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സംബന്ധമായ ഒരു ചെറിയ ഒരു ചർച്ച പോലെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പുസ്തകം രൂപപ്പെടാനുള്ള ആ ഇതിവൃത്തം, പശ്ചാത്തലം നമ്മുടെ പ്രേക്ഷകർക്ക് ഹ്രസ്വമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ സന്തോഷമായിരിക്കും. ഇത് വളരെ സിമ്പിളായി പറഞ്ഞാൽ 40 വർഷത്തെ എൻ്റെ പ്രവാസം എന്ന് പറയുന്നത് അതൊരു ദൈവീക നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. സഹോദരങ്ങളൊക്കെ ഗൾഫ് പ്രവാസത്തിലാണെങ്കിലും ഞാനൊരു പ്രവാസിയാവും എന്ന് വിചാരിച്ചിരുന്നില്ല. ഞാൻ വീട്ടിലെ ഇളയ മകനാണ്. അപ്പം മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കടമയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നാട്ടിൽ ആവും. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഞാൻ എൻ്റെ 20-ാമത്തെ വയസ്സിൽ കുവൈത്തെത്തേണ്ടി വന്നു. അപ്പൊ എനിക്ക് ആ നാടിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ അതിജീവനം എങ്ങനെയാവും എന്നതിനെ പറ്റിയൊന്നും നിശ്ചയമില്ല. അപ്പം എൽഡസ്റ്റ് ബ്രദറിന്റെ സഹായത്താൽ ഒരു ജോലി തരപ്പെട്ട് ആ ജോലിയിൽ പ്രവേശിച്ച് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പരിമിതികളെ പറ്റി, എൻ്റെ ഭാഷ പരിജ്ഞാനമില്ലായ്മ, സംസ്കരിക്കാനുള്ള അറിവുകളുടെ ജോലിയിലുള്ള ഇൻഎഫിഷ്യൻസി. അപ്പം എനിക്ക് സ്വയം അതിജീവനം സാധ്യമാവണമെങ്കിൽ ആ നാടിൻ്റെ സംസ്കാരവും ആ നാട്ടിൽ ജീവിക്കാനുള്ള ഇത് 40 വർഷം കഴിഞ്ഞപ്പോൾ അടയാളപ്പെടുത്തണം എന്നുള്ള ചിന്ത എന്നെ അലട്ടി തുടങ്ങി. അതാണ് ദൈവീക നിയോഗം എന്ന് ഞാൻ പറയാൻ കാരണം, ഓരോ സംഭവങ്ങളും ഞാൻ ഡയറി എഴുതുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഈ എഴുത്ത് സാധ്യമാക്കുന്നതിന് അത് സഹായിച്ചു. അപ്പൊ അടയാളപ്പെടുത്തുക, ഡോക്യുമെന്റ് ചെയ്യുക. ഒരുപക്ഷെ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കൾക്ക് ഒരുപക്ഷെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരിക്കും അവർ വായിക്കാൻ പോകുന്നത്. അത് ഗുണകരമാകും എന്നുള്ളൊരു ലളിതമായ ചിന്തയിൽ നിന്നാണ്. അപ്പം ഒരളവിൽ ഞാനും ഒരു അരപ്രവാസിയായിരുന്നു. അതെ, എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ അംശവും കേരളത്തിന് വെളിയിലാണ് കഴിയേണ്ടി വന്നത്. അപ്പം ഡൽഹിയിലുള്ള എൻ്റെ ജീവിതം, എൻ്റെ സ്ട്രഗിൾ, അതിൽ നിന്നും ഒരു പുസ്തകം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് കൊടുങ്കാറ്റിൻ്റെ വഴി എന്നാണ്. ഇംഗ്ലീഷിൽ ഓൺ എ സ്റ്റോമി കോഴ്സ് എന്നാണ്, മലയാളത്തിലാക്കിയിട്ടില്ല. അപ്പം ആ ഒരു പരാമർശത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2 വിധത്തിൽ നമുക്ക് പ്രവാസിയാകാം. ഒന്ന്, കേരളത്തിൽ നമ്മുടെ സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് അതിൻ്റെ മൂർച്ച കുറയ്ക്കാനായിട്ട് പോവുക, സമ്പത്തുണ്ടാക്കുക, തിരിച്ചു വന്ന് സുഖമായി ജീവിക്കുക. രണ്ടാമത്, അർത്ഥവത്തായി ജീവിക്കുക, ലിവ് ഇമ്പാക്റ്റ്ഫുള്ളി. ഈ അടുത്തിടെ മാർച്ച് മാസം ബിഷപ്പ് മൂർ കോളേജിൽ എന്നെ ക്ഷണിച്ചിരുന്നു. അവിടുന്ന് യാത്രയാകുന്ന വിദ്യാർത്ഥികൾക്ക് പാഥയം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്, ഒരു യാത്ര. അപ്പം അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചിരുന്നു. അപ്പം അവിടെ ഞാൻ അവർക്ക് കൊടുത്ത് ഉപദേശം ചെയ്ത ഒറ്റ കാര്യമാണ്, ലിവ് ഇമ്പാക്റ്റ്ഫുള്ളി, ലിവ് വൈറ്റലി. അർത്ഥവത്തായി, വൈറ്റൽ. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ ജീവിക്കാനും ഒരു പ്രവാസിക്ക് കഴിയണം. ആ ചിന്ത നമ്മുടെ ഇടയിലില്ല. ഒരു പ്രവാസിയെ പറ്റിയുള്ള കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്ക് അധികമായ താല്പര്യം തോന്നുന്നത്. കാരണം കേരളത്തിലില്ലാത്തൊരു വീക്ഷണമാണ്, ഒരു ദർശനമാണ്. പ്രവാസി എന്നത് പണം നേടാനായി അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാനായി മാത്രം കേരളം വിട്ടുപോകുന്നവനല്ല. അവൻ മറ്റ് ചില അന്വേഷണങ്ങൾക്കും കൂടെ കെൽപ്പുള്ളവനാണ്. അത് സാധിക്കേണ്ടതാണ്. അതൊന്ന് മനസ്സിലാക്കാൻ ഇതൊരു അവസരമാക്കട്ടെ എന്ന പ്രത്യേകമായ താല്പര്യം. കാരണം ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ഞാൻ വളരെ ദുഃഖിക്കുന്നവനാണ്.
നമുക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ നിധി എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ സാധ്യതകളെ വേണ്ടതുപോലെ കണ്ട് പ്രയോജനപ്പെടുത്താനുള്ള ഒരു താല്പര്യം നമ്മുടെ മധ്യത്തിൽ. അത് വെറും പണം മതി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ മതി. ഇപ്പം സാമിനും അങ്ങനെ ജീവിക്കാമായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ സാം ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ അധ്വാനിച്ചുകൊണ്ട് ഈ പുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാകും. അതിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു, വിലമതിക്കുന്നു എന്ന് പറയുന്ന ഒരു കടമ ഒരു അധ്യാപകൻ എന്ന നിലയിലെങ്കിലും എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പുസ്തകം പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കന്മാർ പ്രത്യേകമായി ശ്രദ്ധയോടെ വായിക്കണമെന്ന് ഞാൻ പറയാൻ എൻ്റെ അഭിപ്രായപ്പെടുന്നതിൻ്റെ കാര്യം, ഈ ഒരു ദൂത് ഇതിനകത്ത് ഞാൻ കാണുന്നു. നമുക്ക് ദൈവം തന്ന ജീവിതം വളരെ വിലയേറിയതാണ്. ഇതിൻ്റെ സാധ്യതകൾ അപ്രമേയമാണ്. അത് ഒന്ന് മനസ്സിലാക്കി ആ ആവേശത്തോടുകൂടെ ജീവിക്കുവാൻ. ഇപ്പം താലന്തുകളുടെ ഉപമയിൽ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാർ ഉടനെ പോയി അധ്വാനിച്ച് അവർക്ക് നൽകിയ താലന്തിൻ്റെ പൂർണ്ണതയെ അവർ അന്വേഷിച്ചു. അതിൽ കൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഉണ്ടാകും. ആ ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് വലിയ നഷ്ടം തന്നെ. തീർച്ചയായിട്ടും അത് ഒന്ന് വീണ്ടും കിട്ടാൻ മലയാളിക്ക് സാധിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ലളിതമായ ചിന്ത, സാം കിട്ടുന്ന അവസരത്തിൽ മുഴുവനും സാമിൻ്റെ മാതാപിതാക്കന്മാരോടുള്ള കടമ, പ്രത്യേകിച്ച് അമ്മയോടുള്ള സ്നേഹം, ബഹുമാനം വെളിപ്പെടുത്താൻ ഒരു വ്യഗ്രത കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം ചോദിക്കാൻ കാര്യം, ഈ കാലത്ത് അപ്പനമ്മമാരോട് അത്ര ബഹുമാനമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അത് ഒരു ദുഃഖമാണ്. അപ്പം ഇത് തമ്മിൽ കൂട്ടിച്ചേർത്ത് സാമിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ അമ്മയുടെ 10ാമത്തെ പ്രസവത്തിലുണ്ടായതാണ്. അമ്മച്ചിയുടെ 4 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി, ആൺകുട്ടികൾ. അതിനുശേഷമാണ് എൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മൂത്ത ബ്രദർ. അപ്പം ലാസ്റ്റ് വൺ ഞാനായതുകൊണ്ട് അമ്മച്ചിയുടെ മുലപ്പാലൊക്കെ തീരെ നിറകഷ്ടം വന്നു. അമ്മച്ചി പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഒരു ആൺകുഞ്ഞിന് കൂടെ പ്രസവത്തിൽ കിടന്ന അമ്മമാർ മുലപ്പാൽ പോലും തന്നിട്ടുണ്ട്. ആ അമ്മയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളർന്നു തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് പിന്നോക്കമാണെന്നൊരു തോന്നൽ എനിക്ക് കേൾക്കാനിടയായി. അപ്പോൾ അമ്മച്ചി എന്നെ ബലപ്പെടുത്തിയത്, മക്കളെ, അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവമാണ് മോൻ്റെ ദൈവം. അമ്മച്ചി പ്രാർത്ഥിക്കാം, മോൻ അല്പബുദ്ധി അല്ല, നീ അല്പബുദ്ധി അല്ല. ഇതെനിക്ക് വലിയൊരു ബലം തന്നിട്ടുണ്ട്. എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു തോന്നൽ. എൻ്റെ മുഖം വാടിയാൽ അമ്മച്ചി അത് ട്രേസ് ഔട്ട് ചെയ്യും. എനിക്ക് സത്യം പറയാതിരിക്കാൻ കഴിയില്ല. 92ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് ഒരു 3 വർഷം മുമ്പ് വരെ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ അമ്മച്ചിയോട് പറയുമായിരുന്നു. അമ്മച്ചി പ്രാർത്ഥിക്കും, അത് ദൈവം സാധിച്ചത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ 26ാമത്തെ വയസ്സ് വരെ ഒരു വലിയ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇന്നും അമ്മച്ചിയുടെ പ്രാർത്ഥനയാണെന്നാണ് വിശ്വാസം. അപ്പച്ചൻ ഒരു ആദർശാത്മകമായി ജീവിച്ച ഒരു കർഷകനായിരുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം. സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കമാണെങ്കിലും ഉള്ളതിൽ നിന്ന് കൊടുക്കുക. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ചെയ്യുന്ന ബന്ധുക്കൾക്ക്, കുട്ടികൾക്കൊക്കെ സാമ്പത്തികമായി ചെയ്യുക. പഠിച്ചു വളരണം. ആ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഉന്നതിയിലെത്താൻ കഴിയുന്നുള്ളൊരു ചിന്ത. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം 2-3 കൈകൾ കൊണ്ട് എഴുതിയതാണ്. അതെ, പ്രത്യക്ഷമായ കരം സാമിൻ്റെതാണെങ്കിലും അദൃശ്യമായ 2 കരങ്ങൾ കൂടെ അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. തീർച്ചയായും അത് പൊതുവായി അംഗീകരിക്കാൻ സാം കാണിക്കുന്ന ആ വലിയ താല്പര്യം, ആ എളിമ, ആ സ്നേഹം, അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ട സൗന്ദര്യമാണ്. നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതും കൂടെ നമ്മുടെ ജനം മനസ്സിലാക്കട്ടെ എന്ന ഒരു താല്പര്യം കൂടെ നമ്മുടെ കൂടിവരവിലുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം സാമിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാം കേരളത്തിൽ വന്നിട്ടാണ് ഇതിൻ്റെ രചന. അതെ. അപ്പോൾ ഒരു പ്രവാസിക്ക്
കേരളത്തിൽ നിന്ന് പോകുന്ന പ്രവാസി എവിടെ നിന്നും പോകും, കേരളത്തിൽ നിന്ന് പോകുന്ന പ്രവാസിക്ക് കേരളത്തിന് കൊടുക്കാവുന്ന സംഭാവന. പലരുടെയും വിചാരം, ഈ ഞാൻ ഡൽഹിയിലൊക്കെ ഒത്തിരി സെമിനാറിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് കേരളത്തെ പറ്റി വളരെ ബഹുമാനത്തോടെ അപ്രീഷിയേറ്റീവായിട്ട് പലരും സംസാരിക്കും. അപ്പം വിദേശത്ത് നിന്ന് മണി ഓർഡർ ഇക്കോണമി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് എക്കണോമി. അതെ. അപ്പം ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഒരു പ്രവാസിക്ക് ഇവിടെ മറ്റ് കോൺട്രിബ്യൂഷൻ ഒക്കും, സാംസ്കാരികമായ കോൺട്രിബ്യൂഷൻ ഒക്കെ വന്ന ഈ നിമിഷം വരെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചതും അത് എൻ്റെ കാര്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സിൻ്റെ കവാടം തുറക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്നാൽ പ്രവാസിയുടെ സ്വാധീനം കൊണ്ട് കേരളത്തിൽ അധപ്പതനം എന്ന് പറയുന്നവരുണ്ട്. അതായത് പണം ഉണ്ടാക്കാനായിട്ട് അവിടെ പോയി പല കുടുംബങ്ങളും മുറിഞ്ഞു പോയി. അതുകൊണ്ട് രണ്ട് പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, വെറും ഭൗതികമായ ഒരു കൺസ്യൂമറിസ്റ്റ് കൾച്ചർ, ഉപഭോക്തൃ സംസ്കാരം ഇവിടെ ഉണ്ടായി, അതിൻ്റെതായ പലവിധമായ ശല്യങ്ങളുണ്ടായി. രണ്ട്, ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ടായി. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി കിടക്കുമ്പോഴുണ്ടാകാവുന്നതല്ല, അങ്ങനെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരു മലയാളി വെളിയിൽ പോയി അവൻ്റെ വേറിട്ട അനുഭവങ്ങളുടെ വെളിച്ചം ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തിന് കൈമാറാമെന്നാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായ ശ്രദ്ധയിൽ വരുത്തേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് ഈ തരുണത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ വേറൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നതാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നെ വളരെ സ്പർശിച്ച ഒരു വിധത്തിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്രയും ആളുകളെ പരിചയപ്പെടാനും ഇത്ര വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇടം പിടിക്കാനും ഇടപെടലുകൾ നടത്താനും അതിൽ സംഭാവന ചെയ്യാനും അതിൻ്റെ നന്മ സ്വീകരിപ്പാനും ഒക്കെ ഇടയായതിൽ കൂടെ സാമിൻ്റെ വ്യക്തിത്വം വളരെ വളർന്നിട്ടുണ്ട്. അപ്പം സാം കേരളത്തിൽ തന്നെ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ ചിന്ത. നമുക്കറിയില്ല, ശരിയാണ്, ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ്. ശരിയാണ്. അപ്പോൾ ഇതും എൻ്റെ ചിന്തയിൽ പുതുമയുള്ളതാണ്. കാരണം ഗൾഫിൽ പോയാൽ മനുഷ്യൻ്റെ വ്യക്തിത്വം, അവൻ്റെ കാഴ്ചപ്പാട്, അവൻ്റെ ബുദ്ധി വികസിക്കും എന്നാരും പറഞ്ഞിട്ടില്ല. മനസ്സിലല്ലേ? അവൻ്റെ വളർച്ച, അവൻ്റെ ആന്തരികമായ വ്യക്തിത്വം വളരും, അവൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടാകും, അവൻ്റെ ഉള്ളിലെ സാധ്യതകൾ പൂവണിയും എന്നാരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഇല്ല, ഞാൻ ആൻസർ പറയാം. അപ്പം അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന്. ഇപ്പം ബഹുഭൂരിപക്ഷം ആളുകളും പോയി പണമുണ്ടാക്കി വന്നു, മറ്റുള്ളവരുടെ കണ്ണിൽ അസൂയ ജനിപ്പിക്കത്തക്ക വിധത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി, സന്തോഷം. എന്നാൽ അതല്ലല്ലോ, ഒരു വേറിട്ട പാതയിൽ കൂടെ സാം സഞ്ചരിച്ചു. അതിൻ്റെ കാരണം എന്താണ്? അത് ഒരു സാംസ്കാരികമായ ഒരു അവബോധമാണ്. ഞാൻ ചെന്ന് അവിടെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കൾ തന്നെ മലയാളം സംസാരിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് ബോധ്യമായി. അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ സിലബസ് CBSE ഡൽഹിയാണ്. അവർക്ക് മലയാളം പഠിക്കേണ്ടതില്ല. വീടുകളിലും അത്യാവശ്യം ചില വീടുകളിൽ മലയാളം പറയും, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സന്നിധഘട്ടത്തിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് അവിടെ സമ്മർ വെക്കേഷൻ. ഈ കുഞ്ഞുങ്ങളെ മലയാളത്തിന്റെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചില്ലുകളും കൂട്ടക്ഷരങ്ങളും പഠിപ്പിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് വായിക്കാനും എഴുതാനും പഠിപ്പിക്കണം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അന്ന് ഞാൻ കല എന്ന് പറയുന്ന സാംസ്കാരിക സംഘത്തിന്റെ സാഹിത്യ സെക്രട്ടറി. വളരെ അതെ, വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഈ ആശയം ഞാൻ സംഘവുമായിട്ട് കൈമാറിയപ്പോൾ അവരത് വലിയൊരു താല്പര്യത്തിൽ ഏറ്റെടുത്തു. ഇതൊരു ജനകീയ സംരംഭമായിട്ട് മാറി. ഒരുപാട് കുഞ്ഞുങ്ങളുമായിട്ടും മാതാപിതാക്കളുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ എനിക്കും സംഘാംഗങ്ങൾക്കും അവസരം കിട്ടി. ഇത് നൽകിയ ഒരു ഉത്തേജനം എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിന്റെ അംബാസഡർമാരായി അവിടെ പ്രവാസ ലോകത്ത് വസിക്കണം എന്നൊരു തോന്നൽ ഞങ്ങളിലുണ്ടായി. അപ്പൊ അത് ഒട്ടൊക്കെ വിജയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈ ഒരു അംബാസഡർ എന്ന് പറയുമ്പോൾ തികച്ചും നമ്മുടെ കൾച്ചറും നമ്മുടെ ഭാഷയും നമ്മുടെ ജനാധിപത്യ ബോധവും സാമൂഹ്യ അവബോധം മൊത്തത്തിൽ ഇത് ഒരുപക്ഷെ എനിക്ക് അറബികളൊക്കെ ആയിട്ട് സാധ്യമായി. അപ്പൊ അറബികൾ എന്നോട് ആശ്ചര്യത്തോടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്,
എടാ, ഞങ്ങൾ അറബ്സ്, ഒരേ റിലീജിയൻ, ഒരേ ഭാഷ, ഒരേ സംസ്കാരം, ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ സ്കാറ്റേഡാണ്. ഇത്രയും ജാതിയും ഇത്രയും മതവും ഇത്രയും ഭാഷയും ഭക്ഷണക്രമമൊക്കെ ഉള്ള ഇന്ത്യക്കാർക്ക് ഇത് എങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയും? എൻ്റെ ലെബനോനീസ് സുഹൃത്തുക്കൾ, സിറിയൻ സുഹൃത്തുക്കൾ, ഈജിപ്ഷ്യൻ സുഹൃത്തുക്കൾ, ഇത് എനിക്ക് തന്നിട്ടുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത് ചെറുതല്ല അച്ഛാ. അത് ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, അതിൽ പ്രത്യേകിച്ച് കേരളീയൻ എന്നുള്ള ഒരു കരുതലും ബഹുമാനവും അവരൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പൈതൃകമാണ്. അത് നമ്മുടെ നാടിൻ്റെ ഒരു സഹിഷ്ണുതയാണ്. ഇപ്പം നെഹ്റു അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ പഠിച്ച അറബ്സ് നന്നായി ഇന്ത്യയെ ബഹുമാനിക്കുന്നവരാണ്. അപ്പൊ അതിൻ്റെ ഒരു തായ്വഴിയാവാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഞാൻ ചെയ്ത കോൺട്രിബ്യൂഷൻ. മറിച്ച് കേരളത്തിൽ വന്നിട്ട് 4 വർഷങ്ങൾ കഴിയുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു വന്ന പ്രവാസികൾക്ക് കേരളത്തിൽ ചെയ്യാൻ കഴിയും. അവരുടെ ക്രയശേഷി മാത്രമല്ല, അവരുടെ ടെക്നിക്കൽ ഔന്നത്യം തീർച്ചയായിട്ടും കേരളത്തിലെ സ്വകാര്യ പബ്ലിക് ഇടങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷെ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സംവിധാനം നമുക്ക് ഇന്ന് ഇല്ല. അതിനുവേണ്ടി ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ സാം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പ്രേക്ഷകർ കുറച്ചുകൂടെ അത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതിന് ഞാൻ അല്പം ഒരു വിശദീകരണം നൽകാൻ താല്പര്യപ്പെടുകയാണ്. അതായത് നമുക്ക് 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കാണാൻ കഴിയും, 2 തരത്തിലുള്ള മനുഷ്യർ. ഒന്ന്, ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഗുണഫലം ഞാൻ പറ്റിക്കൊള്ളാം, അതിൽ എൻ്റെ അവകാശം എനിക്ക് വേണം. രണ്ടാമത്, അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന പോരായ്മയുണ്ട്, ഇന്ന ന്യൂനതയുണ്ട്, അല്ലെ ഇന്നതിൻ്റെ അഭാവമുണ്ട്, അത് പരിഹരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഈ വ്യത്യാസം അല്ലേ? തീർച്ചയായിട്ടും ഇതാണ് ആത്മീയതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. എന്താണ് ഈ വെളിച്ചം? യാഥാർത്ഥ്യം കാണാനുള്ള കണ്ണാണ് വെളിച്ചം. അപ്പം നാം ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? എനിക്കെന്ത് കിട്ടുമെന്നുള്ളതല്ല യാഥാർത്ഥ്യം. അവിടെ ഞാൻ എങ്ങനെയാണ് അതിനെ കൂടുതൽ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ഇടപെടേണ്ടത്, എന്ത് സംഭാവനയാണ് എനിക്ക് നൽകാൻ സാധിക്കുന്നത്, ഈ സാഹചര്യത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ ഞാൻ എങ്ങനെയാണ് ശ്രമിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ സൽഗുണപൂർണ്ണരാകുക. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ 4 പേര് കൈയടിച്ച് സ്വീകരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും അവിടെയുള്ള ന്യൂനതകൾ, അപര്യാപ്തതകൾ പരിഹരിക്കത്തക്കവണ്ണമുള്ള വ്യക്തിത്വം പ്രാപിപ്പാൻ നിങ്ങൾ വളരുവീൻ എന്നാണ് എൻ്റെ അർത്ഥം. അല്ലേ? ആ ഒരു വ്യക്തിത്വത്തിൽ കൂടെ മാത്രമേ ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാകത്തുള്ളൂ. ഈ തരുണത്തിൽ ഞാൻ ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്ന ഡോക്ടർ പ്രദീപ് ഇറവങ്കരയുടെ ഏതാനും വാക്കുകൾ വായിക്കട്ടെ. അദ്ദേഹം ഇപ്രകാരം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കുവൈറ്റ് ജീവിതം ഗ്രന്ഥകാരന് പകർന്നു നൽകിയ പാഠങ്ങളുടെ പിൻബലത്തിലും പശ്ചാത്തലത്തിലും തൻ്റെതായ കാഴ്ചപ്പാടുകളിലൂടെ പ്രവാസ ജീവിതത്തെ വിലയിരുത്തുന്ന കൃതിയാണിത്. ചരിത്രവും സാഹിത്യവും കലയും സാമൂഹിക ജീവിതവും വ്യക്തിജീവിതവും രാഷ്ട്രീയവും ഒന്നു ചേർത്തിട്ടുണ്ട്. ഇതിൽ മാനുഷിക മൂല്യങ്ങളുടെ ഉൾത്തുടിപ്പും നഷ്ടസ്വപ്നങ്ങളുടെ വേദനയും പ്രവാസ ജീവിതത്തിൻ്റെ വിശ്വാസവും മണൽക്കാട്ടിൽ വരണ്ടുപോയ പുഞ്ചിരിയുമുണ്ട്. എഴുത്തുകാരൻ്റെ മാനവികതയിലും മാനുഷിക മൂല്യങ്ങളിലും ഊന്നിയ ഉത്കൃഷ്ട ചിന്തകൾ പുസ്തകത്തിൽ ആകമാനം ദർശിക്കാനാകും. ഇത് വളരെ കറക്റ്റാണ്. ഈ പ്രദീപ് ഇറവങ്കരെ എൻ്റെ പ്രത്യേകമായ അപ്രീസിയേഷൻ അറിയിക്കണം. ഈ പുസ്തകത്തെ പറ്റി ഇത് പുസ്തകം ശരിക്കും വായിച്ച് എൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊന്ന് വായിച്ച് നമ്മുടെ ആളുകളെ NSS കോളേജ് പന്തളത്തെ മലയാളം വിഭാഗത്തിന്റെ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചായി പറഞ്ഞാട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി. ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങൾ എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരൊറ്റ ചിന്തയാണ്. എന്താണെന്നറിയാം, നമ്മൾ പല കാര്യങ്ങളിലും കൂടി പല അനുഭവങ്ങളിലൂടെ കടന്നു പോകും. അത് അന്ന് വരെ വ്യക്തിപരമാണ്. എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരു ജനതയുടെ പൊതു സ്വത്താണ്. തീർച്ചയായിട്ടും
അങ്ങനെ എഴുതി വെക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല, നഷ്ടപ്പെട്ടു. കറക്റ്റ്. അത് മനസ്സിലാക്കണം. യെസ്. അപ്പോ ഇവിടെയും ഞാൻ മുമ്പ് പറഞ്ഞ, ഇച്ചിരി മുമ്പ് പറഞ്ഞ 2 തരത്തിലുള്ള വ്യക്തികളെ പറ്റി പറഞ്ഞില്ലേ? അതെ. മറ്റുള്ളവർക്ക് നന്മ വരണം, അവർ കൂടുതൽ അനുഗ്രഹീതരായി തീരണം എന്ന താല്പര്യത്തിൽ മാത്രമേ ഇപ്രകാരമുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട ക്ലേശം, ബ്ലെസ്സഡ് ലേബർ ഞാൻ പറയും, അതിന് മുതിരത്തുള്ളൂ. ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്ക് അറിയില്ലായിരിക്കാം, എഴുതുന്നവർക്കറിയാം, വളരെ വളരെ ക്ലേശമേറിയ ഒരു ജോലിയാണ്. അത് വരുമാനത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനെ നിർവഹിക്കണമെങ്കിൽ അത്രമാത്രം ആത്മീയമായ പ്രചോദനം ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. അത് അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. ആ ആത്മീയമായ ചൈതന്യം അറിഞ്ഞോ അറിയാതെയോ ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു പുസ്തകം എഴുതാൻ എന്നെ സഹായിച്ചതെന്ന് തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ നിരീക്ഷണം 100% ഞാൻ യോജിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ആ സാഹചര്യത്തിൽ എന്താണ് കുറവ്, അത് പരിഹരിക്കത്തക്കവണ്ണം ചുമതല ഏറ്റെടുക്കുവാനും പ്രവർത്തിപ്പാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിനാണ് ഞാൻ നിങ്ങളെ ഇവിടെ ആക്കി വെക്കുന്നത് എന്ന ഒരു താല്പര്യം. അപ്പം അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ മലയാളികൾ കടന്നു വരട്ടെ എന്നൊരു വലിയ ആവേശം. ആ ആവേശത്തിൻ്റെ ഒരു സാധൂകരണം കൂടെ ഞാനത് കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവസാനമായിട്ട് സാമിനോട് ചോദിക്കാനുള്ളത്, ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, ഇതിനെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന ആത്മീയമായ അടിത്തറ എന്താണ്? വാട്ട് ഇസ് എ സ്പിരിച്വൽ ഗ്രൗണ്ട് വിച്ച് സപ്പോർട്ട്സ്, വിച്ച് ഹോൾഡ്സ് ടുഗദർ ദ ഹോൾ ഓഫ് യുവർ കോണ്ടന്റ്? അച്ഛാ, ഇത് ഇങ്ങനെ സംക്ഷിപ്തമായിട്ട് പറയാം. ഓരോ സൃഷ്ടിയെ പറ്റിയും ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ പറ്റി എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. യുവാവായിരുന്ന സമയത്ത് എൻ്റെ അമ്മച്ചിക്ക് എന്നെ വൈദികനാക്കണമെന്ന് ആഗ്രഹിച്ചു. ശരിക്കും വൈദിക വൃത്തിയിൽ നിന്ന് ഞാൻ പിന്മാറാനുള്ള കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഒസ്താത്സിസ്റ്റർ തന്നെയാണ്. ഒരു ക്യാമ്പിന് ഞാൻ ചെന്നപ്പോൾ ആ ക്യാമ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് തിരുമേനി പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ പലർക്കും നിങ്ങളെ വൈദികനാക്കണം എന്ന ആഗ്രഹം കാണും. നിങ്ങളാവുന്നത് മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ വിളിച്ചു എന്ന തോന്നൽ വരും. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ വഴിയിലേക്ക് വരാവൂ. ഇല്ലെങ്കിൽ അല്ലാതെ വന്നിട്ടുള്ള പലരും ഈ സഭയ്ക്ക് ശാപമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും പ്രാർത്ഥനാ വിഷയമാക്കണം. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, എൻ്റെ വഴി ഇതാണെന്ന് തോന്നുന്നില്ല, എന്നാൽ മോനൊരു സുവിശേഷ പ്രവർത്തകനായി മാറണം, ഇതാണ് അമ്മച്ചിയുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, അത് തീർച്ചയായിട്ടും നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും സുശേഷീകരണത്തിലുമൊക്കെ ഒരുപക്ഷെ സാധ്യതകളുണ്ട്, ഞാൻ തള്ളിക്കളയുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്. ചുരുക്കത്തിൽ വെച്ചാൽ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടാവണമെന്നുള്ള ആത്യന്തികമായ ആഗ്രഹം എനിക്കുണ്ട്. അതിനെന്നെ സഹായിക്കുന്നത് വേദപുസ്തകമാണ്, ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ, എൻ്റെ റോൾ മോഡൽ. അപ്പം അതിന് കൂട്ടത്തിൽ ഒരുപക്ഷെ ഒരുപാട് അധ്യാപക ശ്രേഷ്ഠരും അച്ഛനെ പോലുള്ള ആളുകളൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതം എനിക്ക് മാതൃകയായിട്ടുണ്ട്. ആ ഒരു മാതൃക ജീവിതത്തിൽ ശിഷ്ടജീവിതം നയിച്ച് നന്മ ചെയ്ത് ജീവിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹം. ഇത് പറയുമ്പോൾ ഇത് സാം പറഞ്ഞതിൽ എനിക്ക് അതീവമായ സന്തോഷമുണ്ട്. അതേ ദർശനം ഞാൻ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ മധ്യത്തിൽ വേറൊരു ചിന്ത ഇടം പിടിച്ചിട്ടുണ്ട്, അത് ശക്തി പ്രാപിച്ചു വരുന്നു. അതുകൊണ്ട് അത് പരാമർശിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതായത്, ഒരു ക്രിസ്ത്യാനി യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ മറ്റുള്ളവരുമായി സഹകരിക്കരുത്. നമുക്കറിയാം, ഒരുപക്ഷെ സാമിനറിയായിരിക്കും, ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബോയ്ക്കോട്ട് ചെയ്യണം, അവരുമായി സഹകരിക്കരുത് എന്ന ശക്തമായ പ്രബോധനം നമ്മുടെ മധ്യത്തിൽ നടക്കുന്നു. അതിന് പലവിധമായ തന്ത്രങ്ങൾ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ സാമിൻ്റെ ജീവിതത്തിൽ നേരെ മറിച്ചാണ് ഞാൻ കാണുന്നത്.
ഒരുവൻ യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മറ്റെല്ലാവരെയും ഉൾക്കൊള്ളുവാനും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളെ സ്നേഹിക്കുവാനും തീർച്ചയായിട്ടും വിലമതിക്കുവാനും കരുതുവാനും അവന് സാധിക്കണം. കഴിയണം. എല്ലാവർക്കും നന്മ വരത്തക്കവണ്ണം അവരോട് സഹകരിക്കണം, കൂട്ടായ്മ ആചരിക്കണം. തീർച്ചയായിട്ടും ഇതൊരു ബൗദ്ധിക, ആധ്യാത്മിക, സാംസ്കാരിക കൂട്ടായ്മയുടെ ഫലമാണല്ലോ ഇത്, അതെ അല്ലേ? അതെ. അതിനകത്ത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ രണ്ട് ചിന്താഗതികൾ നമ്മുടെ മധ്യത്തിൽ, ഇപ്പം രണ്ടാമത് ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ സാം പറഞ്ഞ കാര്യം ബലഹീനമായിക്കൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നാശനഷ്ടങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെയധികം ബലഹീനത ഉണ്ടാക്കാവുന്ന ഒരു നിഷേധാത്മകതയാണ്. അതിനെപ്പറ്റി സാമിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം അതുകൂടെ പറഞ്ഞ് നമുക്ക്. അത് ഇങ്ങനെ ഞാൻ സംക്ഷിപ്തമായി പറയാം. ഇന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരാത്മീക നേതൃത്വം ഇല്ല. എൻ്റെ കുഞ്ഞുനാളിൽ നിരവധി മെത്രാപ്പൊലീത്തന്മാർ, വൈദിക ശ്രേഷ്ഠർ, വൈദികർ, അധ്യാപകർ, സാംസ്കാരിക നായകർ, സാമൂഹ്യ പ്രവർത്തകർ, നിരവധി പേരുണ്ടായിരുന്നു. ഇന്ന് അത് ജീർണിച്ച് ഒരുപക്ഷെ ഒരു കടന്നാക്രമണം വ്യാപകമാകുകയാണ്. ഒരുപക്ഷെ അത് ഗ്ലോബലൈസേഷൻ്റെയും സെക്കുലറൈസേഷൻ്റെയും ഒക്കെ ഒരു ലോകക്രമമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവ ദർശനത്തിന്റെ ആഴം നമ്മെ വരിഞ്ഞു മുറുക്കണം. ആ ഒരു വരിഞ്ഞു മുറുക്കൽ കൂടി മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുകയാണ്. ഇന്ത്യയിലെ സ്ഥിതി പോലും പട്ടിണിയുടെ കാലത്ത് പോർട്ട് ഈസ് എ ഗ്ലോബൽ റിയാലിറ്റി, അത് ശരിയാണ്. എങ്കിൽ പോലും ആ റിയാലിറ്റിയെ ഒരു സന്ധി ചെയ്യുന്ന ഒരു സാംസ്കാരിക ആധ്യാത്മിക ജീവിതം എനിക്ക് സാധ്യമല്ല. അത് അങ്ങനെ സന്ധി ചെയ്താൽ ഞാൻ ക്രിസ്തുവിൽ നിന്ന് അകലുന്നു എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് വലിയ കാര്യങ്ങളല്ലെങ്കിലും സ്വന്തം അയൽക്കാരനെ സ്നേഹിക്കാനും സ്വന്തം അയലത്ത് എന്താണ് അവിടുത്തെ ആവശ്യം എന്ന് അറിഞ്ഞു ചിന്തിച്ച് എൻ്റെ ഡോർ തുറന്നിടുന്ന ഒരു സമീപനം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വേദപുസ്തകവും അല്ലെങ്കിൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആത്മീയ നേതൃത്വത്തിന്റെ അഭാവത്തെ ഞാൻ സ്വയം തിരിച്ചറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ചർച്ച അവസാനിക്കുന്നതിന് മുൻപ് എനിക്കൊരു വ്യക്തിയെ ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ പേര് മെട്രോപൊളിറ്റൻ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് എന്നാണ്. ഒരുപാട് സ്വാധീനിച്ച, എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തി. ഡൽഹിയിലായിരുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ. മിക്കവാറും കുറഞ്ഞ പക്ഷം 2 ആഴ്ച ഒരിക്കലെങ്കിലും എന്നെ അരമനെ വിളിപ്പിക്കും. ഒരു മകനെ പോലെ അദ്ദേഹം എന്നെ കരുതിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഞാൻ ഓർക്കുന്ന പല കാര്യങ്ങളിലൊന്ന്, ഡൽഹിയിൽ ജാതി-മത ഭേദമന്യേ പാർട്ടി വ്യത്യാസങ്ങൾ അതിജീവിച്ച് പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പോലെ അംഗീകാരം ലഭിച്ച ഒരു നേതാവിനെയും എനിക്കറിയാം. കേരളത്തിൽ നിന്ന് ഇന്ത്യയിലില്ല. അത് ക്രിസ്ത്യാനിക്കാണെങ്കിലും ഹിന്ദുവിനാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും സിഖുകാർക്കാണെങ്കിലും ജൈനമത ആരുമായിക്കൊള്ളട്ടെ, അവർക്കെല്ലാം തിരുമേനി ഒരു ആചാര്യനായിരുന്നു. തീർച്ചയായിട്ടും ഒരു ആദർശ ഗുരുവായിരുന്നു, ആചാര്യ ശ്രേഷ്ഠനായിരുന്നു. ആ തരത്തിൽ ഉള്ള ഒരു നേതൃത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയാണ്? അതിനെപ്പറ്റി നാം ചിന്തിക്കണ്ടേ? അതിന് ചില കാരണങ്ങളുണ്ടായിരിക്കും, അല്ലേ? ചുമ്മാ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഒരു ചിന്ത നമ്മുടെ മധ്യത്തിലുണ്ടാകും. അത് അല്പം ഇപ്പം അത് നഷ്ടപ്പെട്ടു പോയി എന്നത് മാത്രമല്ല, അതിനേക്കാൾ എന്നെ ഭയപ്പെടുത്തുന്നത് അതെങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് പോലും തിരിച്ചറിയാനുള്ള ബോധമില്ലാതെ തൽഫലമായി എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്, ഇത് വീണ്ടെടുക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് യാതൊരു ചിന്തയോ താല്പര്യമോ അന്വേഷണമോ ഇല്ലാതെ ഒരു ജനത കഴിയുകയാണ്. എൻ്റെ ഒരു ചെറിയ ചിന്തയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് മനുഷ്യൻ വളർച്ചയില്ലാതെ അല്പത്തരത്തിലായി പോകുമ്പോൾ അവൻ കൂടുതൽ പരിമിതപ്പെടും. അവൻ്റെ ഏറ്റവും ചെറിയ അംശത്തിൽ പിടിച്ചു നിൽക്കും.
ഇപ്പം വിശാലമായ ഒരു സാഹചര്യത്തിൽ മറ്റെല്ലാവരോടും സഹകരിക്കണമെങ്കിൽ അപ്രകാരം നാനാമുഖമായി ഒരു വ്യക്തി വളരണം. വളർച്ചയില്ലാത്തവൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നാം മറ്റുള്ളവരോട് സഹകരിക്കുന്നില്ല എങ്കിൽ അവരെ ഒഴിക്കണമെന്നൊക്കെ അല്ലെങ്കിൽ മാറ്റണമെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മുടെ പട്ടിണിയും പാപ്പരത്വവും വിളിച്ചറിയിക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ പോലുമുള്ള ഒരു വിവേകം നമ്മുടെ ആൾക്ക് ഇല്ലാതെ പോകുന്നത് സഹിക്കാനാവാത്ത ദുഃഖമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടല്ലോ, ഈ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഞാനിതിനെപ്പറ്റി വളരെ ആവേശഭരിതനാണ്. സത്യമാണ് ഞാൻ പറയാം, അല്പം പോലും അതിശയോക്തിയല്ല, ഞാൻ ആവേശഭരിതനാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭാഷണം നമുക്ക് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് 100-120 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് സാം പൈനമൂട് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. അത് നിങ്ങളോടേവരോടുമുള്ള സ്നേഹം കൊണ്ടാണ്, ജനത്തെ പൊതുവെ കരുതുന്നത് കൊണ്ടാണ്, നന്മ ചെയ്യാൻ ഏത് ക്ലേശവും സഹിക്കാനുള്ള സന്മനസ്സുള്ളത് കൊണ്ടാണ്. അപ്രകാരമുള്ളൊരു വിശാലത പ്രാപിപ്പാനും പ്രയോഗത്തിൽ വരുത്തുവാനും നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഹ്രസ്വവും ലളിതവുമായ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ദയവായി ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുക. പ്രവാസത്തിൻ്റെ 40 ആണ്ടുകൾ, സാം പൈനമൂഡ്. സാമിൻ്റെ ഫോൺ നമ്പർ 7034084900 7034084900. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. ഇങ്ങനെയുള്ള ആളുകളുമായി സമ്പർക്കത്തിലിരിക്കുന്നത് തന്നെ വളരെ അഭികാമ്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാനുള്ള പ്രചോദനം പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്നൊരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എവർക്കും നന്ദി, നമസ്കാരം.